ഇവിടെ ജ്വല്ലറി ഷോപ്പ് ഓണർ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരുത്തനെ വിളിച്ചു. കടയുടെ സൈഡിൽ കുറെ വേസ്റ്റ് ഉണ്ട്, അത് ക്ലീൻ ചെയ്താൽ നിനക്ക് 100 രൂപയും ഫുഡും വാങ്ങി തരാമെന്ന് പറഞ്ഞു. ഇവനും വേറെ വഴിയില്ലാതെ ശരിയെന്ന് പറഞ്ഞു. ഇപ്പൊ ആ സ്ഥലം ലോക്ക് വെച്ച് പൂട്ടിയിരുന്നു. അത് തുറന്നു നോക്കിയാൽ നല്ല കച്ചറയും നല്ല നാറ്റവും ഉണ്ട്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും നീ ഒന്നും പേടിക്കണ്ട, ജോലി കഴിഞ്ഞാലുടൻ 100 രൂപയും വയറ് നിറച്ച് ഫുഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞു. ഇവൻക്ക് ആ 100 രൂപ കിട്ടിയാൽ കുറെ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു ടവലും കെട്ടി അതിലേക്ക് ഇറങ്ങി. കടയിൽ വരുന്നവർക്ക് ഈ സ്മെല്ല് ഒരു ബുദ്ധിമുട്ടാകരുതെന്ന് പറഞ്ഞ് നീ ജോലി കഴിഞ്ഞിട്ട് പറ, ഞാൻ അപ്പോ ഡോർ തുറന്നു തരാമെന്ന് പറഞ്ഞ് അവനെ അകത്താക്കി ഡോർ ലോക്ക് ചെയ്തു പോയി. കുറച്ചായി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അവനും ചൂല അഴിഞ്ഞു പോകുന്നത് കണ്ട് അത് വീണ്ടും കെട്ടിയിട്ട് ലെവലാക്കാൻ വേണ്ടി മതിലിൽ തട്ടിയതും അതും വിജൃംഭിച്ചു പോയത് കൊണ്ട് തന്നെ വെച്ച് കുത്തിയ സ്ഥലം പൊളിഞ്ഞുപോയി. ഇവന് അതിനകത്തേക്ക് നോക്കിയാൽ എന്തോ അകത്തുണ്ട്. എന്താണെന്ന് നോക്കാൻ വേണ്ടി കൈ അകത്തേക്കിട്ട് എടുത്തു നോക്കിയതും 500ന്റെ കെട്ട് കിട്ടി. അവന് ക്യാഷ് കണ്ട ഉടനെ പേടിച്ച് അത് നിലത്തേക്ക് ഇട്ടു. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചുറ്റിൽ നോക്കിയിട്ട് പെട്ടെന്ന് പോക്കറ്റിലേക്ക് വെച്ചു. അതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ പണം. ആരോ ബ്ലാക്ക് മണി ഒളിപ്പിച്ചു വെച്ച സ്ഥലമായിരുന്നു അത്. പുറത്തു നിന്ന് ആരോ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടതും പെട്ടെന്ന് ഇവനും മറഞ്ഞു നിന്നു. ഇനിയും കുറച്ചുകൂടെ പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീണ ഇഷ്ടിക അവിടെ തന്നെ വെച്ചു. ഫുള്ള് വേസ്റ്റും ക്ലീൻ ചെയ്ത് പുറത്തു വന്നു. ജ്വല്ലറി ഷോപ്പ് ഓണറോ അവനക്ക് 100 രൂപ കൊടുത്തു. അവൻ ആ ഏരിയ ലോക്ക് വെച്ച് പൂട്ടുന്നത് കണ്ടതും അതിനകത്ത് കുറെ എലിശല്യമുണ്ട്, ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി നാളെ മരുന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞു പോയി. കിട്ടിയ ക്യാഷ് എടുത്തോണ്ട് ഹാപ്പിയായ ഒരു ടോയ്ലറ്റിൽ കയറി 500ന്റെ കെട്ടിൽ നിന്ന് ക്യാഷ് എടുത്ത് കുറച്ച് പേഴ്സിലേക്ക് വെച്ചു. അവന് ജോലി ചെയ്യുന്ന ഓണറിന്റെ അടുത്ത് പോയി 500ന് 100 ചില്ലറ വാങ്ങി. ബേക്കറിയിലേക്ക് പോയി വൈഫിനും പിള്ളേർക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് വാങ്ങിയിട്ട് 500 രൂപ കൊടുത്തതും അയാൾക്കും ഡൗട്ട് വന്നു. ഇതിപ്പോ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണെന്ന് അവനും പറഞ്ഞു. അയാൾ 500 വാങ്ങിയിട്ട് ചേഞ്ച് കൊടുത്തു. അയാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. സ്വീറ്റ്സ് എടുത്തോണ്ട് വൈഫിന് കൊണ്ടുപോയി കൊടുത്തതും ആരെങ്കിലും ഫ്രീ ആയി കൊടുത്തതാണെന്ന് പറഞ്ഞ് അത് സൈഡിലേക്ക് വെച്ച് അയാൾക്ക് ഭക്ഷണം കൊടുത്തു. അതേ ടൈമിൽ അവിടേക്ക് പലിശക്കാരനും വന്നു. അവന് 4500 രൂപ അയാൾക്ക് കൊടുത്തു. ഇത്ര കാലം പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവനെ കണ്ടതും ഭാര്യക്ക് അത്ഭുതം തോന്നി. അത് കഴിഞ്ഞ് അവളോട് നല്ല ഡ്രസ് ഇട്ടോണ്ട് വാ, നമുക്ക് പടം കാണാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. ഇത് കേട്ട വൈഫിനും പിള്ളേർക്കും നല്ല സന്തോഷമായി. ഇപ്പൊ പടം കാണാൻ വേണ്ടി മാളിലേക്ക് തന്നെ പോയി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.